ഹായ് ഫ്രണ്ട്സ്, മെയ് 2025 നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ഡീറ്റെയിൽഡ് സിലബസുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഏകദേശം 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ സമയം നഷ്ടപ്പെടുത്താതെ എല്ലാവരും മാക്സിമം പ്രയത്നിച്ച് തുടങ്ങണം. ഇനി നമ്മുടെ പേഴ്സണൽ ഫങ്ഷൻസിനും പ്രോഗ്രാംസിനൊന്നും പോകുന്നത് ഒഴിവാക്കിയിട്ട് മാക്സിമം മുൻതൂക്കം നമ്മുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നൽകണം. ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ടാകുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ ഈ സർക്കാർ ജോലി ഞാൻ നേടിയെടുക്കുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഇനി നമുക്കതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ജനറൽ നോളജിൻ്റെ ഭാഗത്ത് ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ജിയോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് 10, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, പിന്നെ സിമ്പിൾ അരിത്മാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, കൂടാതെ റീജിയണൽ ലാംഗ്വേജിന് 10 മാർക്ക്. ഇതിൽ വന്നിട്ടുള്ളൊരു മാറ്റം, കറണ്ട് അഫെയർസിന് പ്രത്യേകമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ടില്ല. പക്ഷേ എല്ലാ ടോപ്പിക്കിനും കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ 3 വിഭാഗത്തിൽ നിന്നാണ് വരിക. കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം, നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാ ഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, India's independent, post-independent period, state reorganization, development in science, education and technology, foreign policy, political history after 1951. ഇനി വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. കൂടാതെ ഈ 3 ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ചോദ്യങ്ങളായി വന്നേക്കാം. അടുത്തത് ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ 5 മാർക്കാണ് തന്നിരിക്കുന്നത്. ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്, temperature and seasons, global issues, global warming, various forms of pollutions, maps, topographic maps and signs, remote sensing, geographic information system, oceans and its various movements, continents, world nations and its specific features. അടുത്തത് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിയോഗ്രഫി, states and its features, northern mountain region, rivers, northern Great Plain, peninsular plateau, coastal plain, climate, natural vegetation, agriculture, minerals and industries, energy sources, transport system, road, water, railway, air. മൂന്നാമത്തത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫി, districts and its features,
rivers, climate, natural vegetation, wildlife, agriculture and research centers, minerals and industries, energy sources, transport system, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. കൂടാതെ ഈ ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫെയർ റിലേറ്റഡ് പോർഷൻസും ക്വസ്റ്റ്യനായിട്ട് വന്നേക്കാം. അടുത്തത് എക്കണോമിക്സ് എന്നുള്ള 5 മാർക്കാണ്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. കൂടാതെ ഈ ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടോപ്പിക്കും. അടുത്തത് സിവിക്സ് എന്നുള്ള 5 മാർക്കിനുള്ള സിലബസാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇതിൽ നിന്നും കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത 5 മാർക്കിനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസാണ്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. കൂടാതെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടു 11 ടോപ്പിക്. അടുത്ത 10 മാർക്കിനുള്ള ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായികം, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. രണ്ടാമത്തത് പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ അഥവാ വിനോദങ്ങൾ. അടുത്തത് സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ,
ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അടുത്തത് സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, കൂടാതെ കറണ്ട് അഫയേഴ്സും. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ആദ്യം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും നെയിംസും യൂസസും, കൂടാതെ മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതിൻ്റെ എക്സാമ്പിൾസും ഫീച്ചേഴ്സും. അടുത്തത് സോഫ്റ്റ്വെയർ ആണ്. ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സസ്, സ്പ്രെഡ്ഷീറ്റ്സ്, ഡാറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, അതിൻ്റെ യൂസസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്. കൂടാതെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജസ് നീഡ് നോട്ട് ബി കൺസിഡേർഡ്. അതിൻ്റെ ലാംഗ്വേജ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ലാൻ, വാൻ, മാൻ, അതിൻ്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസും. നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്നത് മീഡിയ, സ്വിച്ച്, ഹബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതിൻ്റെ യൂസസും. അടുത്തത് ഇൻ്റർനെറ്റ് ആണ്. അതിൻ്റെ സർവീസസ് www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, ഇതിൻ്റെ എക്സാമ്പിൾസും പേർപ്പസും. കൂടാതെ സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML ബേസിക് മാത്രം, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, അവയർനെസ് ലെവൽ, IT ആൻഡ് അതർ ലോസ്, അവയർനെസ് ലെവൽ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള 5 മാർക്കിനുള്ള ടോപ്പിക്കാണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, institutes and organizations in India promoting integration of science and technology and innovation, their activities and contributions, contribution of prominent Indian scientists at the technology in space and defense, evolution of Indian space program ISRO, its activities and achievements, various satellite programs, DRDO vision, mission and activities. Third one, energy requirement and efficiency, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy resources, energy policies of India, government policies and programs, energy security and nuclear policy of India. Fourth one, environmental science, issues and concerns related to environment, its legal aspects, policies and treaties for the protection of environment at the national and international level, environment protection for sustainable development, biodiversity, its importance and concerns, climate change, international initiatives, policies, protocols, and India's commitment, Western Ghats, features, characteristics and issues, forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards, pollutions, carbon emission, global warming, developments in biotechnology, green technology and nanotechnology. കൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക്. അടുത്തത് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്. ഇത് 20 മാർക്കിൻ്റെ പോർഷനാണ്. ലഘുഗണിതം 10 മാർക്ക്. അതിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും,
ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. പ്രോഗ്രഷനുകൾ. മാനസിക ശേഷി ഭാഗത്തു നിന്ന് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റാന കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അടുത്തത് ഇംഗ്ലീഷിൽ നിന്നുള്ള 10 മാർക്കിൻ്റെ പോർഷൻസാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degree of comparison. കൂടാതെ വൊക്കാബുലറി ഭാഗത്തു നിന്നുള്ള 10 മാർക്ക്, സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് nouns, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, phrasal verbs, foreign words and phrases, one-word substitutions, words often confused, spelling test, idioms and their meanings, expansion and meaning of common abbreviations. അടുത്തത് റീജിയണൽ ലാംഗ്വേജിനുള്ള 10 മാർക്കിനുള്ള പോർഷൻസാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇതാണ് നമ്മുടെ എലോബറേറ്റഡ് സിലബസ്, കോമൺ പ്രിലിമിനറി, ഡിഗ്രി ലെവൽ. ശരിക്കും ചെയ്യേണ്ടത് ഈ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ കവർ ചെയ്യുന്ന ഓരോരോ പോർഷൻസും ടിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം എല്ലാ ഭാഗവും നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ചോദ്യത്തിന് പോലും നമ്മൾ ഇൻകറക്റ്റ് ആൻസർ കൊടുക്കരുത്. നമുക്ക് അറിയാത്തത് ഒഴിവാക്കുക. കൂടാതെ കണക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പോഴേ ഓരോ ദിവസം ഒരു പേപ്പറെങ്കിലും, ഒരു പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ടൈം വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബുക്ക് സ്റ്റാളുകളിലൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുന്നതാണ്. അപ്പം അതൊക്കെ നമ്മൾ 1.25 മണിക്കൂർ കറക്റ്റ് ടൈം വെച്ചിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഡെയിലി 1ഉം 2ഉം ക്വസ്റ്റ്യൻ പേപ്പേഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ ഗസ് വർക്ക് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് വാരിക്കൂട്ടരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ഹെൽത്ത് ശ്രദ്ധിക്കണം. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. കൂടാതെ കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം, കപാലഭാതി ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏകാഗ്രത കിട്ടിയാൽ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ അത് ആൻസേഴ്സൊക്കെ നമ്മളെ മൈൻഡിലേക്ക് വരും. കൂടാതെ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിലൊന്ന് പഠിച്ചെടുക്കുക. 3 മാസം ടൈം നമ്മളെ മുന്നിലുണ്ട്. എല്ലാവരും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.